കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 14:30. ശാന്തമായ മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. മരണകരമായ 7 പാപങ്ങളിൽ ഒന്നാണ് അസൂയ. അസൂയ എന്ന അധമവികാരത്തിൽ തട്ടി ധാരാളം പേർ വീഴുന്നുണ്ട്. കരുത്തന്മാരിലല്ല, ദുർബലരായ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകുന്ന നിന്ദ്യമായ വികാരമാണ് അസൂയ. ദുഷ്പ്രവർത്തിക്കാരോടും ദുഷ്ടന്മാരോടും അസൂയപ്പെടരുത് എന്ന് സദൃശ്യവാക്യങ്ങൾ 24:19 പറയുന്നു. സങ്കീർത്തനം 37:1 നീതികേട് ചെയ്യുന്നവരോടും അസൂയപ്പെടരുത്. അവരോട് അസൂയപ്പെടുന്നവർ ആ നിലയിലേക്ക് തരം താഴും. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയപ്പെട്ടിട്ട് എന്താണ് നേട്ടം? നേട്ടമില്ല എന്നു മാത്രമല്ല, അസൂയക്കാരൻ്റെ സ്വസ്ഥതയും നഷ്ടമാകും. അസൂയക്കാരന് സ്വന്തം കുറവുകളെപ്പറ്റി ബോധമുണ്ടാവില്ല. ആത്മാവിനെ നശിപ്പിക്കുന്ന വികാരമാണ് അസൂയ. തനിക്ക് നഷ്ടമുണ്ടായാലും മറ്റൊരാളിനെ നശിപ്പിക്കുവാനാണ് അസൂയക്കാരൻ ശ്രമിക്കുന്നത്. അസൂയക്കാരൻ്റെയും അത്യാഗ്രഹിയുടെയും കഥ. 2 പേരും അയൽവാസികളായിരുന്നു. കഠിനമായി തപസ് ചെയ്ത് ദൈവത്തിൽ നിന്നും വരം നേടി. ഇസ്രായേലിലെ അഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേലിൻ്റെ നോയമ്പിനോട് സാമ്യമുള്ളതായിരുന്നു ഇവരുടെ തപസ്. ഇസബേൽ എന്തിനാണ് നോമ്പ് നോക്കിയത്? നീതിമാനെ കല്ലെറിയുന്നതിനായിരുന്നു. ആദ്യം അസൂയക്കാരനോട് എന്ത് വരം വേണമെന്ന് ദൈവം ചോദിച്ചു. താൻ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി അത്യാഗ്രഹി ആവശ്യപ്പെടുമെന്ന് ചിന്തിച്ച അസൂയക്കാരൻ തൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ദൈവം അത് അനുവദിച്ചു കൊടുത്തു. രണ്ടാമത് ദൈവം അത്യാഗ്രഹിയുടെ അടുക്കൽ ചെന്നു. അയാൾ ചോദിച്ച വരം അസൂയക്കാരന് കൊടുത്തതിൻ്റെ ഇരട്ടിയാണ്. അയാളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. ഒരു മനുഷ്യൻ്റെയും ഉയർച്ചയിൽ സന്തോഷിക്കാതെ അവനെ നശിപ്പിക്കുന്നതിനാണ് അസൂയക്കാരൻ ശ്രമിക്കുന്നത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന പാട്ട് കേട്ട അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. 1 ശമൂവേൽ 18:9. അസൂയ എന്ന താരതമ്യ രോഗം ഒരിക്കലും സന്തോഷം തരുന്നതല്ല, അത് നശിപ്പിക്കുകയും ചെയ്യും. സങ്കീർത്തനം 106:16-17. പാളയത്തിൽ വെച്ചവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹറോനോടും അസൂയപ്പെട്ടു. എന്ത് സംഭവിച്ചു? ഭൂമി വിളർന്ന് ദാഥാനെയും കൂട്ടരെയും വിഴുങ്ങിക്കളഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 7:9. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ടതുകൊണ്ടാണ് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞത് എന്നാണ് പറയുന്നത്. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പീലാത്തോസിനു മനസ്സിലായി. മർക്കോസിൻ്റെ വിശേഷം 15:10. ഹാബേലിൻ്റെ യാഗത്തിന് ദൈവപ്രീതി ലഭിച്ചത് കണ്ട് അസൂയ പൂണ്ട കായേൻ കോപിച്ച് തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അസൂയ എന്ന വികാരം നിരവധി പാപങ്ങളിലേക്ക് കൊണ്ടുപോകും. ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കുന്ന അസൂയ എന്ന നിന്ദ്യമായ വികാരത്തെ തോൽപ്പിക്കുവാൻ ഈ പരിശുദ്ധ നോയമ്പിൽ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.